എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഒരൊറ്റ സിംഗിൾ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. കുറച്ച് പാർട്സായിട്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് സ്റ്റീലാണ്. അതായത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റീലിൻ്റെ സ്ട്രക്ചേഴ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പല ടൈപ്പിലുള്ള സ്ട്രക്ചറിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് രണ്ട് ടേംസിൽ പഠിക്കണം. അതിൽ ഒന്നാമത്തെ ടൈം ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അഥവാ ഷോർട്ട് ഫോമിൽ LCT എന്ന് പറയും. മറ്റൊരു ടൈം അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അഥവാ UCT എന്ന് പറയും. അപ്പോൾ ഏത് ലോഹമായാലും നമ്മൾ ലോഹത്തിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചൂടായി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിന് മാറ്റം സംഭവിച്ചു തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിന് ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പം എല്ലാ ലോഹങ്ങൾക്കും ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ കാണും. അത് നോർമൽ ടെമ്പറേച്ചറിൽ ഒരു സ്ട്രക്ചർ ആണെങ്കിലും ആ ഒരു നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടിയും കൂടുതൽ ആ ഒരു ലോഹത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ കൂടി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിന് ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ മാറ്റം സംഭവിക്കും. അപ്പോൾ അത് ഏത് ലോഹമായാലും നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മൾ സ്റ്റീലാണ്, പ്ലെയിൻ കാർബൺ സ്റ്റീലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീലിൻ്റെ കേസിൽ നമ്മൾ സ്റ്റീലിനെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റീലിനെ ഹീറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം സംഭവിക്കും. സ്റ്റീലിൻ്റെ കേസ് സംഭവിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ, ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഫോമിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു സ്ട്രക്ചറിലേക്ക് അതിന് മാറ്റം സംഭവിച്ചു തുടങ്ങും. അപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ അതിന് മാറ്റം സംഭവിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ ആ മാറ്റം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആ മാറ്റം പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ പൂർണ്ണ തോതിൽ ഓസ്റ്റനൈറ്റിലേക്ക് എത്തുന്നത് അത് കുറച്ചുകൂടെ കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ഇവിടെ LCT എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, നമ്മൾ സ്റ്റീലിനെ ഹീറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിന് മാറ്റം സംഭവിക്കുന്നു, അല്ലെങ്കിൽ സ്ട്രക്ചറിന് മാറ്റം സംഭവിച്ച് തുടങ്ങുന്നു, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടെമ്പറേച്ചറാണ് LCT അഥവാ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. പ്രധാന പോയിന്റ് ഉള്ളത് ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. LCT for all plain carbon steel is 723 degrees Celsius. അതായത് എല്ലാ പ്ലെയിൻ കാർബൺ സ്റ്റീലും, നമുക്കറിയാം പ്ലെയിൻ കാർബൺ സ്റ്റീൽ ഡെഡ് മൈൽഡ് സ്റ്റീൽ ആവാം, മൈൽഡ് സ്റ്റീൽ ആവാം, മീഡിയം കാർബൺ സ്റ്റീൽ ആവാം, ഹൈ കാർബൺ സ്റ്റീൽ ആവാം. അപ്പോൾ ഇതിൽ ഏത് പ്ലെയിൻ കാർബൺ സ്റ്റീലായാലും ആ പ്ലെയിൻ കാർബൺ സ്റ്റീൽ ചൂടാക്കി കഴിഞ്ഞാൽ ഏത് സ്റ്റീലായാലും, ഏത് കാർബൺ പെർസെൻറ്റേജുള്ള സ്റ്റീലായാലും 723 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ അതിന് സ്ട്രക്ചറൽ ചേഞ്ച്, അല്ലെങ്കിൽ സ്ട്രക്ചറിലെ മാറ്റം തുടങ്ങും, അല്ലെങ്കിൽ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ടെമ്പറേച്ചറാണ് LCT അഥവാ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ഒരു തുടക്കം ഉണ്ടെങ്കിൽ അത് പൂർണ്ണതയിലെത്തുന്ന ടെമ്പറേച്ചർ ആണല്ലോ. അങ്ങനെ പൂർണ്ണതയിലെത്തുന്ന ടെമ്പറേച്ചറാണ് UCT. അതായത് നമ്മൾ ഒരു സ്റ്റീലിനെ ഹീറ്റ് ചെയ്യുമ്പോൾ 723 ഡിഗ്രി സെൽഷ്യസിലാണ് അതിനെന്തുണ്ടാകുന്നത്? സ്ട്രക്ചറൽ ചേഞ്ച് അഥവാ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ സ്റ്റീലിന് ആ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ അഥവാ സ്ട്രക്ചറൽ ചേഞ്ച് പരിപൂർണതയിൽ എത്തുന്ന ടെമ്പറേച്ചർ അതിന് കൂടിയതായിരിക്കാം. അപ്പോൾ അങ്ങനെ പരിപൂർണതയിൽ എത്തുന്ന ആ ടെമ്പറേച്ചറാണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നമുക്ക് അന്തരം നോക്കാം. ഒന്നാമത്തത് LCT അഥവാ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. വെൻ സ്റ്റീൽ ഈസ് ഹീറ്റഡ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ചേഞ്ച് ഓഫ് സ്ട്രക്ചർ to austenite starts is called lower critical temperature. Austenite formation starts, അല്ലെങ്കിൽ structural change starts തുടങ്ങുന്ന ടെമ്പറേച്ചർ ആണ് എന്ത്? ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അത് എല്ലാ സ്റ്റീലിനും എത്രയായിരിക്കും? 723 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നെക്സ്റ്റ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്, അഥവാ UCT. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ completely changes to austenite is called upper critical temperature. അതായത് ലോവറിൽ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അപ്പറിൽ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്നു. ആ കംപ്ലീറ്റ് ആകുന്ന ടെമ്പറേച്ചറാണ് എന്ത്? അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ച് പരിപൂർണ്ണയിലെത്തുന്ന ടെമ്പറേച്ചറാണ് എന്ത്? അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അവിടെ പ്രത്യേകത ഉള്ളത്, ദിസ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ദ സ്റ്റീൽ.
അതായത് സ്റ്റീലിൻ്റെ കാർബണിൻ്റെ അളവ് മാറുമ്പോൾ എന്ത് വേരി ചെയ്യുന്നു? അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു. അതായത് LCT എല്ലാത്തിനും തുല്യമാണെങ്കിലും UCT എല്ലാത്തിനും തുല്യമല്ല. അത് ഓരോ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഉള്ള സ്റ്റീലിനും അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ LCT കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ സ്ട്രക്ചറൽ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് LCT, അതിൻ്റെ ടെമ്പറേച്ചർ 723 ഡിഗ്രി സെൽഷ്യസ്. സ്ട്രക്ചറൽ ചേഞ്ച് പൂർണ്ണതയിലെത്തുന്ന ടെമ്പറേച്ചർ UCT, അത് ഡിപ്പെൻഡിങ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ സ്ട്രക്ചർ ഓഫ് സ്റ്റീല് അതിൻ്റെ ടേംസുകളെല്ലാം ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീലിൽ റെപ്രസെൻ്റ് ചെയ്ത് പഠിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കത്തില്ല. ഓക്കെ, ഇതായത് ഒരു ഗ്രാഫ്. ഈ ഒരു ഗ്രാഫിന് ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. ഇതിൽ എക്സ് ആക്സിസ് സൂചിപ്പിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ സ്റ്റീലാണ്. അത് 0, 0.2, 0.4, 0.6, 0.8 അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.4 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മാക്സിമം വരുന്നത് ഒരു 1.5 അല്ലെങ്കിൽ ചില ടെസ്റ്റ് 1.75 വരെ പറയുന്നുണ്ട്. കാര്യം പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ മാക്സിമം കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് 1.5 ആണ്. ചില ടെസ്റ്റിൽ 1.7 എന്നും പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, 1.5 എടുക്കാം. അപ്പോൾ അതുകൊണ്ട് 1.4 വരെയൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ സ്റ്റീലാണ്. ഇനി വൈ ആക്സിസ് നോക്കുക. വൈ ആക്സിസിൽ ടെമ്പറേച്ചറാണ്. ഓക്കെ, അതായത് നമ്മൾ സ്റ്റീലിനെ എങ്ങനെ ഹീറ്റ് ചെയ്യുന്ന ആ ഒരു റേഞ്ച് കാണിക്കുന്ന ടെമ്പറേച്ചറാണ് വൈ ആക്സിസിൽ. നമുക്ക് വേണ്ട 600 തൊട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് എൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് 600 തൊട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ, ഈ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആയി, വൈ ആക്സിസ് ആയി. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് LCT മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം LCT അഥവാ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അത് ഏത് പെർസെൻറ്റേജ് ഓഫ് കാർബണുള്ള സ്റ്റീലായാലും 0.2 ആയാലും 723 തന്നെ, 0.6 ആയാലും 773 തന്നെ, 1.2 ആയാലും 723 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ LCTയുടെ ലൈൻ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. കാര്യം ഏത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആയാലും LCT എന്ത് തന്നെയാണ്, 723 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ LCT ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് UCT അഥവാ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇവിടെ നോക്കി അറിയാം, നമ്മൾ ആ നിർവചനം നോക്കി അതിലും അറിയാം. ദീസ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ദ സ്റ്റീൽ. അതാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വരാൻ കാര്യം. ഓരോ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിലും ഈ ടെമ്പറേച്ചർ വേരി ചെയ്ത് പോകും. അതായത് 0% കാർബണുള്ള സ്റ്റീലായിരുന്നെങ്കിൽ അതിൻ്റെ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറൗണ്ട് ഒരു 900 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വന്നാണ്, അതായത് 900 ജസ്റ്റ് മുകളിൽ നിന്നാണ്. പക്ഷേ അത് 0.2 ആകുമ്പോഴത്തേക്ക് കുറച്ച് കുറയുന്നു, 0.4 ആയപ്പോൾ കുറഞ്ഞു, 0.6 ആയപ്പോൾ കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞ് വന്നിട്ട് എക്സാക്റ്റ് 0.84 എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ എക്സാക്റ്റ് 0.84% ഓഫ് കാർബണുള്ള സ്റ്റീലിലെത്തുമ്പോഴേക്കും ഈ UCTയും LCTയും കൂടെ മീറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ്, ഈ പോയിന്റ് അത് മീറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, UCT കൂടി പോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ആ നിർവചനത്തെ പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ സ്റ്റീലിലെ കാർബണിൻ്റെ പെർസെൻറ്റേജ് മാറുമ്പോൾ എന്തും വേരി ചെയ്യുന്നു, UCT എന്ത് ചെയ്യുന്നു, വേരി ചെയ്ത് പോകുന്നു. പക്ഷെ അങ്ങനെ വേരി ചെയ്ത് പോകുന്നെങ്കിലും നിങ്ങൾ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് കൊള്ളണം. ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഓഫ് സ്റ്റീലിൽ UCTയും LCTയുടെയും ഗ്രാഫ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ LCT ഈസ് ഈക്വൽ ടു UCT. അതായത് 0.84% കാർബണുള്ള സ്റ്റീലിൻ്റെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയാലും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയാലും അത് എത്ര തന്നെയാണ്, 723 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. എക്സാം ചോദിക്കാം, വാട്ട് ഈസ് ദ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ ഹാവിങ് 0.84% ഓഫ് കാർബൺ എന്ന് ചോദിക്കാം. അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ UCT എന്ന് വിചാരിച്ച് എന്ത് എഴുതാതിരിക്കരുത്, 7 എഴുതാതിരിക്കരുത്. കാര്യം 0.84% ഓഫ് കാർബണുള്ള സ്റ്റീലാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത അവിടെ LCTയും UCTയും തുല്യമായിരിക്കും. രണ്ടും 723 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് യൂടെക്ടോയിഡ് പോയിന്റ്. ഈ ഒരു പോയിന്റ് യൂടെക്ടോയിഡ് പോയിന്റ്, ആ പോയിന്റിനാണ് ഞാൻ ഡോട്ട് ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അതൊരു റെഫറൻസ് ആണ്, ഒരു ഡോട്ട് ലൈൻ അവിടെ മാർക്ക് ചെയ്തു. കാര്യം ഈ ഒരു പോയിന്റിലാണ് LCT UCT പരസ്പരം മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു അയൺ കാർബൺ ഡയഗ്രമാണ്. ആ ഡയഗ്രത്തിനകത്ത് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു, LCTയുടെ ഗ്രാഫ് മാർക്ക് ചെയ്തു,
UCT ഗ്രാഫ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇതൊക്കെയാണ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, വാട്ട് ഈസ് ദ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ? 723 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഈസ് ദ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഹാവിംഗ് 0.84% ഓഫ് കാർബൺ? അതും തന്നെയാണ് 723 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട്സ്? അത് എത്ര തന്നെയാണ് എപ്പോഴും 723 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ഒരു LCT UCT ഗ്രാഫ്. അത് ഒരു അയൺ കാർബൺ ഡയഗ്രത്തിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം ഇനി അങ്ങോട്ട് പോകുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയഗ്രാമത്തിലായിരിക്കും. നെക്സ്റ്റ് ആ സെയിം ഡയഗ്രാം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റീലിൻ്റെയും സ്ട്രക്ചറിനെ പറ്റി പറയുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. എക്സാക്റ്റ് 0% കാർബണുള്ള സ്റ്റീലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫെറൈറ്റ് ആയിരിക്കും. അവിടുത്തെ ആ സ്ട്രക്ചറിൻ്റെ പറയുന്നത് ഫെറൈറ്റ്, FERRITE, ഫെറൈറ്റ് സ്ട്രക്ചർ. എക്സാമിന് ചോദിക്കാം, ദ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ ഹാവിംഗ് 0% കാർബൺ അല്ലെങ്കിൽ 0% കാർബൺ സ്റ്റീൽ സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഫെറൈറ്റ്. ഇറ്റ് ഈസ് ഫെറൈറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ യൂടെക്റ്റോട് പോയിന്റ് അഥവാ 0.84% ഉള്ള കാർബണുള്ള സ്റ്റീല്, അവിടെ വിളിക്കുന്ന ആ ഒരു സ്ട്രക്ചർ വിളിക്കുന്ന പേരാണ് പിയർലൈറ്റ്. ഇതാണ് പിയർലൈറ്റ്. അപ്പോൾ 0% ആണെങ്കിൽ ഫെറൈറ്റ്, 0.84% ആണെങ്കിൽ പിയർലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റും. നമുക്കറിയാം 0% കാർബണുള്ള സ്റ്റീലാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ ഒരു ബലം കാണത്തില്ല. അങ്ങനെ സ്ട്രക്ചറാണ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പിയർലൈറ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ 0.84% കാർബണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറേ കൂടെ എന്തായിരിക്കും, കുറേ കൂടെ സ്ട്രോങ് ആയിരിക്കും, കുറേ കൂടെ ടഫ് ആയിരിക്കും പിയർലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് സ്ട്രക്ചർ, 0% ഫെറൈറ്റും 0.84% പിയർലൈറ്റ്. ഓക്കെ, ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സാക്റ്റ് 0% കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫെറൈറ്റ് മാത്രമായിരിക്കും. ഫെറൈറ്റിൻ്റെ പ്രൈസ് മാത്രമേ ഇവിടെ കാണുള്ളൂ. ഓക്കെ, ഇനി ആ 0യിൽ നിന്ന് ഈ പെർസെൻറ്റേജ് ഓഫ് കാർബൺ മൂവ് ചെയ്ത് ഇങ്ങനെ 0.2 എത്തുമ്പോഴത്തേക്ക് ഈ മെജോറിറ്റിയുള്ള അല്ലെങ്കിൽ ടോട്ടലുള്ള ഫെറൈറ്റിൻ്റെ കുറച്ച് ഭാഗം എന്തായിട്ട് കൺവേർട്ട് ആവും, പിയർലൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. ആ കൺവേർഷൻ നടക്കുന്ന ഗ്രാജുവലാണ്, സഡനല്ല, പിയർലൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഒരു 0.4 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഫെറൈറ്റിൻ്റെ കുറേ ഭാഗം ഇവിടെ എന്തായിട്ട് മാറും, പിയർലൈറ്റ് ആയിട്ട് മാറും. അതിന് 0.8 ഒക്കെ എത്തുമ്പോഴത്തേക്ക് മെജോറിറ്റി ആരായിട്ട് മാറും, പിയർലൈറ്റ് സ്ട്രക്ചറായിട്ട് മാറും. വളരെ കുറച്ച് എന്ത് കാണുള്ളൂ, ഫെറൈറ്റ് കാണത്തുള്ളൂ. വീണ്ടും നമ്മളത് ഹീറ്റ് ചെയ്ത് എക്സാക്റ്റ് 0.84 എത്തുമ്പോൾ തിയററ്റിക്കലി അവിടെ ഫെറൈറ്റ് അപ്രത്യക്ഷമാവുകയും അവിടെ പിയർലൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ മാത്രമാവുകയും ചെയ്യും. അതാണ് 0.84 എന്ത് മാത്രമാകുന്നത്, പിയർലൈറ്റ് എന്ന് മാത്രമാകുന്നത്. അപ്പം ഇനി അങ്ങോട്ട് ആരില്ല, ഫെറൈറ്റ് ഇല്ല. ഇനി ഈ പിയർലൈറ്റിൽ നിന്ന് സ്ട്രക്ചറിൽ നിന്ന് വീണ്ടും നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കൂടുമ്പോൾ, അതായത് അവിടെ വീണ്ടും പെർസെൻറ്റേജ് ഓഫ് കാർബൺ കൂടുക മീൻസ് അവിടെ കാർബണിൻ്റെ അളവ് വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പം ആ കാർബണിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പുതിയൊരു സ്ട്രക്ചറാണ് സിമൻറ്റൈറ്റ്. അതായത് കാർബൺ കൂടുമ്പോഴത്തേക്ക് ആ ഉണ്ടാകുന്ന എക്സസ് കാർബണും അയണൂടെ ചേർന്നൊരു കെമിക്കൽ കോമ്പിനേഷനായിട്ട് മാറും. അതാണെന്ത്, സിമൻറ്റൈറ്റ്. അപ്പോൾ എന്താ സിമൻറ്റൈറ്റ് മീൻസ്? ഇറ്റ് ഈസ് എ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ദ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ ഈസ് കാൾഡ് സിമൻറ്റൈറ്റ്. ഓക്കെ, അപ്പം ഈ 0.84 പിയർലൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പിന്നെ അവിടെ നിന്ന് വലത്തോട്ട് പോകും തോറും പിയർലൈറ്റിൻ്റെ കുറേ ഭാഗം എന്തായിട്ട് മാറുന്നു, സിമൻറ്റൈറ്റ് ആയിട്ട് മാറുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും ഈ ഒരു റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഉള്ളിൽ ഫെറൈറ്റും പിയർലൈറ്റുമായിരിക്കും. ഓക്കെ, റൈറ്റ് സൈഡിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഉള്ളിൽ പിയർലൈറ്റും സിമൻറ്റൈറ്റുമായിരിക്കും. ഇതായിരിക്കും നോർമലി ഉള്ള ഒരു സ്റ്റീലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് 0% കാർബൺ സ്ട്രക്ചർ 0% കാർബണുള്ള സ്റ്റീലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫെറൈറ്റ് ആണ്. 0.84 സ്ട്രക്ചറുള്ള സ്റ്റീലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിയർലൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു 0നും 0.84നും ഇടയിൽ കാണപ്പെടുന്ന സ്ട്രക്ചർ ഫെറൈറ്റിൻ്റെയും പിയർലൈറ്റിൻ്റെയും കൂടെ സങ്കരമായിരിക്കും. ഫെറൈറ്റ് പ്ലസ് പിയർലൈറ്റ് ആയിരിക്കും. 0.84നും അങ്ങോട്ട് ഒരു 1.5 എടുക്കാം. 1.5 വരെയുള്ള സ്റ്റീലിൽ കാണുന്ന സ്ട്രക്ചർ
പിയർലൈറ്റിൻ്റെയും സിമൻറ്റൈറ്റിൻ്റെയും കൂടെ ഒരു സങ്കരമായിരിക്കും. ഈ സിമൻറ്റൈറ്റ് എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ ആയിരിക്കും. ഇവിടെ കാർബണിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് അയണിൻ്റെയും കെമിക്കൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ സിമൻറ്റൈറ്റ് വളരെ ഹാർഡും ബ്രിട്ടിലുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 0.84 കഴിഞ്ഞ് നമ്മൾ ആ ഹൈ കാർബൺ സ്റ്റീലിൻ്റെ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് സ്റ്റീലിന് എന്ത് കൂടുന്നത്, ഒരു ഹാർഡ്നെസ്സും ഒരു ബ്രിട്ടിൽനെസ്സും ഒരു പൊട്ടാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ കൂടാനുള്ള കാരണം അതിൻ്റെ സിമൻറ്റൈറ്റിൽ അതടങ്ങിയിട്ടുള്ള സിമൻറ്റൈറ്റിൻ്റെ ഒരു ആധിക്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്ട്രക്ചർ, നോർമൽ ടെമ്പറേച്ചറുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. ഇനി അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചറിലെ മാറ്റമാണ്. ഓക്കെ, അപ്പോൾ LCT യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അറിയാം. LCT ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ, ഇതാണ് ഓസ്റ്റനൈറ്റ്. ഓക്കെ, LCT എന്ന് പറയുമ്പോഴത്തേക്ക് ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ അഥവാ സ്ട്രക്ചറൽ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. UCTക്ക് മുകളിലോട്ട് അല്ലെങ്കിൽ UCT എന്ന ബോർഡറിൽ സ്ട്രക്ചറൽ ചേഞ്ച് ഫിനിഷ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ UCT എന്ന് പറയുന്ന ഈ ഒരു ലൈനിൻ്റെ മുകളിലോട്ട് എന്ത് മാത്രമേ കാണുള്ളൂ, ഓസ്റ്റനൈറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓസ്റ്റനൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. അവിടെ പിന്നെ ഫെറൈറ്റും ഇല്ല, പിയർലൈറ്റും ഇല്ല, സിമൻറ്റൈറ്റും ഇല്ല, ഓൺലി ഓസ്റ്റനൈറ്റ്. ഒന്നര പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ കിടക്കുന്ന അല്ല ഈ ഒരു ലെവലിലുള്ള സ്റ്റീലിനെ ഹീറ്റ് ചെയ്ത് LCT എത്തുമ്പോഴത്തേക്ക് ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും ഹീറ്റ് ചെയ്ത് UCT എത്തുമ്പോഴത്തേക്ക് ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ ഫിനിഷ് ചെയ്യുന്നു. അത് UCTക്ക് മുകളിൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ, ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പുതിയ ഒരു ഹീറ്റാന് ശേഷമുള്ള സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൽ കാര്യം മനസ്സിലാക്കേണ്ടത് 0.84% ഉള്ള അല്ലെങ്കിൽ 0.84% കാർബണുള്ള സ്റ്റീലാണെങ്കിൽ ആ സ്റ്റീലിന് UCTയും LCTയും ഒരു സിംഗിൾ പോയിൻ്റാണ്. അതായത് UCT LCT ഒന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ 0.84 കാണുന്ന സ്ട്രക്ചർ പിയർലൈറ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന പിയർലൈറ്റ് 723 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ അവിടെ റേഞ്ച് ഒന്നും വേണ്ട, വളരെ റാപ്പിഡായിട്ട് വളരെ സഡനായിട്ട് ആ ഒരു പിയർലൈറ്റ് സ്ട്രക്ചർ എന്തായിട്ട് മാറുന്നുണ്ട്, ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് പിയർലൈറ്റ് സ്ട്രക്ചർ ഓസ്റ്റനൈറ്റ് ആകുന്നത് വളരെ റാപ്പിഡായിട്ടായിരിക്കും, വളരെ പെട്ടെന്നായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഒരു 0.2 സംഭവിക്കുന്നതായിരിക്കും. 0.2 നമുക്കറിയാം, അല്ലെങ്കിൽ 0 സംഭവിക്കുന്നതായിരിക്കും. 0 എന്ത് മാത്രമേ ഉള്ളൂ, ഫെറൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 0% ഉള്ള സ്റ്റീലിനെ ഹീറ്റ് ചെയ്ത് 723 ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് അവിടെ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ ജസ്റ്റ് തുടങ്ങുമായിരിക്കാം, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഓസ്റ്റനൈറ്റ് കുറച്ച് ഓസ്റ്റനൈറ്റും ബാക്കി ഫെറൈറ്റുമാണ്, ബാക്കിയുള്ള ഫെറൈറ്റുമാണ്. വീണ്ടും ഇത് ചൂടായി 900 അടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഓസ്റ്റനൈറ്റും കുറച്ച് ഫെറൈറ്റും ആവും. 900 എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 900 സംതിങ് കഴിയുമ്പോഴത്തേക്ക് ഫുൾ എന്തായി, ഓസ്റ്റനൈറ്റായി. പക്ഷേ ഈ പിയർലൈറ്റിൻ്റെ കേസിൽ എന്താ, അവിടെ പിയർലൈറ്റ് റാപ്പിഡായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ പിയർലൈറ്റ് ചൂടായി 723 എത്തുമ്പോഴത്തേക്ക് റേഞ്ച് ഒന്നും വേണ്ട, സഡനായിട്ട് എന്താണ് മാറുന്നു, ഓസ്റ്റനൈറ്റായിട്ട് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉൾഭാഗം കൺസിഡർ ചെയ്തത് റേഞ്ചാണ്. ആ റേഞ്ചിൻ്റെ ഉൾഭാഗം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ റേഞ്ചിൻ്റെ അകത്ത് ഓസ്റ്റനൈറ്റ് പ്ലസ് ഫെറൈറ്റ് ആയിരിക്കും എപ്പോഴും കാണുന്നത്. കാര്യം ഇവിടെ പിയർലൈറ്റ് കാണത്തില്ല. കാരണം പിയർലൈറ്റ് വളരെ സഡനായിട്ട് എന്തായിട്ട് മാറും, ഓസ്റ്റനൈറ്റായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ 0.6 0.8 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ആ റേഞ്ച് കുറയുന്നതാണ്. കാര്യം 0.8 കൂടുതൽ ആരാണ്, ഫെറൈറ്റാണ്. വളരെ കുറച്ച് കൂടുതലും പിയർലൈറ്റാണ്. വളരെ കുറച്ച് ആരുള്ളൂ, ഫെറൈറ്റ് ഉള്ളൂ. അപ്പോൾ 0.8 സ്റ്റീലിനെ ചൂടാക്കി 723 എത്തുമ്പോഴത്തേക്ക് മെജോറിറ്റി ഉള്ള പിയർലൈറ്റ് അപ്പം തന്നെ എന്തായിട്ട് മാറും, ഓസ്റ്റനൈറ്റ് മാറും. ബാക്കിയുള്ള കുറച്ച് ഫെറൈറ്റ് എന്ത് ചെയ്യുള്ളൂ, ഈ താമസം എടുക്കുള്ളൂ. അതാണ് ആ റേഞ്ച് കുറയാൻ കാര്യം. നേരെ മറിച്ച് 0.84 എത്തുമ്പോഴത്തേക്ക് റേഞ്ച് ഇല്ല, റേഞ്ച് 0 ആണ്. കാര്യം പെട്ടെന്നാണ് മാറുന്നത്. കാരണം 0.84 ആര് മാത്രമേ ഉള്ളൂ, പിയർലൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ട്രയാങ്കിളിനകത്ത് എന്ത് വരുന്നത്, ഓസ്റ്റനൈറ്റ് പ്ലസ് ഫെറൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഇവിടെയും താഴെ പിയർലൈറ്റും സിമൻറ്റൈറ്റുമാണ്. അപ്പം ഒരു 84 ശേഷം ജസ്റ്റ് ഒരു 1% അടുക്കുന്ന സമയത്തൊക്കെ പിയർലൈറ്റ് കൂടുതലും സിമൻറ്റൈറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ റേഞ്ച് കുറയാൻ കാര്യം. പക്ഷേ ഒരു 1.5 എത്തുമ്പോഴത്തേക്ക് ആര് കൂടും, സിമൻറ്റൈറ്റിൻ്റെ ഒരു അളവ് കൂടുകയും അതുകൊണ്ട് തന്നെ സിമൻറ്റൈറ്റ് ഓസ്റ്റനൈറ്റ് ആവാനായിട്ട് താമസം എടുക്കുകയും ചെയ്യും. അവിടെ റേഞ്ച് കൂടാൻ കാര്യം. അതുകൊണ്ട് അവിടെ എന്ത് കാണും, ഓസ്റ്റനൈറ്റ് പ്ലസ് സിമൻറ്റൈറ്റ് കാണും. ഓക്കെ, ഇതാണ് ഓവറോളായിട്ടുള്ള ആ ഒരു ഇതിപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് അയൺ കാർബൺ എക്വിലിബ്രിയം ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീലാണ്. ആക്ച്വലി
അയൺ കാർബൺ ലിക്വിഡ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതല്ല, അത് ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ അതിൽ പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, നമ്മളത് മാത്രം എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു 3 കാര്യങ്ങളോട് നമ്മൾ നോക്കണം. നേരത്തെ പറഞ്ഞതാണ് 0.84% ഉള്ള കാർബണിനെ വിളിക്കുന്ന പേരാണെന്ത്, 0.84% കാർബണുള്ള സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് യൂടെക്റ്റോയിഡ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ഇതിൽ 0.84-നെക്കാട്ടിയും കാർബണിൻ്റെ അളവ് കുറവുള്ള ഈ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ യൂടെക്റ്റോയിഡ് സ്റ്റീൽ. മറ്റേ ഹൈപ്പോ തൈറോയിഡ് പോലെ. അപ്പോൾ തൈറോയിഡ് കൂടിയ അവസ്ഥയാണെന്ത്, ഹൈപ്പർ തൈറോയിഡ്. തൈറോയിഡ് കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡ്. അതേപോലെ 0.84 എന്ന് പറയുന്നത് യൂടെക്റ്റോയിഡ് സ്റ്റീൽ, 0.84 കുറവുള്ളത് ഹൈപ്പോ യൂടെക്റ്റോയിഡ് സ്റ്റീൽ, 0.84 കൂടുതലുള്ളത് ഹൈപ്പർ യൂടെക്റ്റോയിഡ് സ്റ്റീൽ. ഹൈപ്പോയും ഹൈപ്പർ ആകുമ്പോഴത്തേക്ക് 84-നെക്കാട്ടി കൂടുതൽ, ഹൈപ്പോ ആകുമ്പോൾ 84-നെക്കാട്ടി കുറവ്. റേഞ്ചാണ് ഇവിടെ വിളിക്കുന്നത്, ഹൈപ്പോയും ഹൈപ്പറും. ഇത് സ്ട്രക്ചർ അല്ല, ഇത് സ്റ്റീലിന് വിളിക്കുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രധാന പോയിന്റ് ഇതൊക്കെയാണ്. LCT എപ്പോഴും 723 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. UCT ചേഞ്ച് ഉണ്ടാവും. UCT 0 ഡിഗ്രി ആണെങ്കിൽ 900-910 ആ റേഞ്ചിൽ നിൽക്കും. ഇനി UCTയും LCTയും യൂടെക്റ്റോയിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അതായത് 0.84% കാർബണുള്ള സ്റ്റീലിന് LCTയും UCTയും തുല്യമായിരിക്കും, 723 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 0.84% ഉള്ള കാർബണുള്ള സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് യൂടെക്റ്റോയിഡ് സ്റ്റീൽ. അവിടുത്തെ സ്ട്രക്ചർ പിയർ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. 0.84-നെക്കാട്ടിയും കുറവുള്ള സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ യൂടെക്റ്റോയിഡ് സ്റ്റീൽ. അവിടുത്തെ സ്ട്രക്ചർ ഫെറൈറ്റിൻ്റെയും പിയർലൈറ്റിൻ്റെയും മിക്സ്ചർ ആയിരിക്കും. 0.84-നെക്കാട്ടിയും കൂടുതൽ കാർബണുള്ള സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ യൂടെക്റ്റോയിഡ് സ്റ്റീൽ. അവിടുത്തെ സ്ട്രക്ചർ പിയർലൈറ്റും സിമൻറ്റൈറ്റും ആയിരിക്കും. 0% കാർബണുള്ള സ്റ്റീലിൻ്റെ സ്ട്രക്ചറാണ് ഫെറൈറ്റ്. 0.84% ഉള്ള യൂടെക്റ്റോയിഡ് സ്റ്റീലിൻ്റെ സ്ട്രക്ചറാണ് പിയർലൈറ്റ്. കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ ആണ് സിമൻറ്റൈറ്റ്. സ്ഥിരം ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് എ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ? സിമൻറ്റൈറ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. നെക്സ്റ്റ് നമുക്ക് ഓരോ സ്ട്രക്ചറിനെ പറ്റിയും നേരത്തെ പറഞ്ഞാണെന്ന് പറയാം. ഫസ്റ്റ് ഫെറൈറ്റ് സ്ട്രക്ചറാണ്. പിഗ് അയൺ ഓർ സ്റ്റീൽ. പിഗ് അയൺ ഓർ സ്റ്റീൽ ആവാം. സ്റ്റീൽ വിത്ത് 0% കാർബൺ ഈസ് ഫെറൈറ്റ്. ഓക്കെ, അപ്പം 0% കാർബണുള്ള സ്റ്റീലിൻ്റെ സ്ട്രക്ചറാണ് എന്ത്, ഫെറൈറ്റ്. നമുക്കറിയാം സ്റ്റീലിന് പെർസെൻറ്റേജ് ഓഫ് കാർബൺ വളരെ കുറവാണെങ്കിൽ അത് വളരെ, ഉദാഹരണം എക്സാമ്പിൾ ഡെഡ് മൈഡ് സ്റ്റീലിൻ്റെ സ്ഥലത്താണ് വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ ഡക്റ്റൈഡ് ആയിരിക്കും, കമ്പാരിറ്റീവ്ലി വളരെ വീക്കും ആയിരിക്കും. അത് എഴുതിയിരിക്കുന്നത് നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. വിച്ച് ഈസ് റിലേറ്റീവ്ലി സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ ബട്ട് കമ്പാരിറ്റീവ്ലി വീക്ക്. സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈലും ആയിരിക്കും, വീക്കും ആയിരിക്കും. സിമൻറ്റൈറ്റ് ആണ്. നമ്മൾ സിമൻറ്റൈറ്റ് നേരത്തെ പറഞ്ഞതാണ്, വായിക്കാം. വെൻ കാർബൺ എക്സിസ്റ്റ് ഇൻ സ്റ്റീൽ ആസ് എ കെമിക്കൽ കോമ്പൗണ്ട് ഓഫ് അയൺ ആൻഡ് കാർബൺ, ഇറ്റ് ഈസ് കാൾഡ് അയൺ കാർബൈഡ് ഓർ സിമൻറ്റൈറ്റ്. അതായത് ഒരു 0.84-നെക്കാട്ടിയും കൂടിയ പെർസെൻറ്റേജ് ഓഫ് കാർബണുള്ള സ്റ്റീലിൻ്റെ കേസിൽ ഈ എക്സ്ട്രാ ഉള്ള കാർബൺ അയണുമായിട്ട് ഒരു കെമിക്കൽ കോമ്പിനേഷനായിട്ട് ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് സിമൻറ്റൈറ്റ്. അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം കാർബണിൻ്റെ പെർസെൻറ്റേജ് കൂടുമ്പോഴത്തേക്ക് സ്റ്റീൽ എന്ത് ചെയ്യും, ഹാർഡും ബ്രിട്ടിലും ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിമൻറ്റൈറ്റ് എന്ന സാധനം എന്തായിരിക്കും, ദിസ് അലോയ് ഈസ് വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്. ആ സ്ട്രോങ് അല്ലെന്ന് പറയാൻ കാര്യം ഹാർഡ് ആയതുകൊണ്ട് എന്താവുന്നു, ബ്രിട്ടിലാവുന്നു, വേഗം പൊട്ടിപ്പോകുന്നു. അതാണ് സ്ട്രോങ് അല്ലെന്ന് പറയാൻ കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് സിമൻറ്റൈറ്റ്. അപ്പോൾ സിമൻറ്റൈറ്റ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ. ദിസ് അലോയ് ഈസ്, അലോയ് എന്ന് പറയാൻ കാര്യം അയണിൻ്റെയും കാർബണിൻ്റെയും മിക്സറാണ് അലോയ് എന്ന് വിളിക്കുന്നത് അവിടെ. ദിസ് അലോയ് ഈസ് വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്. ഈ അലോയ് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ അലോയ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് അയണിൻ്റെയും കാർബണിൻ്റെയും കൂടെ സങ്കരമാണല്ലോ. ആ ഒരു അർത്ഥത്തിലാണ് വിളിക്കുന്നത് ഇവിടെ അലോയ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിയർലൈറ്റ് ആണ്. അപ്പോൾ പിയർലൈറ്റിൻ്റെ മറ്റൊരു പേരാണ് യൂടെക്റ്റോയിഡ് പോയിന്റ്, അല്ലെങ്കിൽ യൂടെക്റ്റോയിഡ് വിളിക്കും പിയർലൈറ്റ് സ്റ്റീൽ. 0.84% കാർബൺ ഓർ യൂടെക്റ്റോയിഡ് സ്റ്റീൽ ഈസ് നോൺ ആസ് പിയർലൈറ്റ് സ്റ്റീൽ. 0.84% ഉള്ള കാർബണുള്ള സ്റ്റീൽ വിളിക്കുന്ന പേരാണെന്ത്, അല്ലെങ്കിൽ സ്ട്രക്ചറാണെന്ത്, പിയർലൈറ്റ് സ്ട്രക്ചർ. ആ സ്റ്റീലിൻ്റെ പേരാണ് യൂടെക്റ്റോയിഡ് സ്റ്റീൽ. ദിസ് ഈസ് മച്ച് സ്ട്രോങ്ങർ ദാൻ ഫെറൈറ്റ് ഓർ സിമൻറ്റൈറ്റ്. കാര്യം ഫെറൈറ്റ് വളരെ സോഫ്റ്റ് ആണ്, സിമൻറ്റൈറ്റ് വളരെ ഹാർഡാണ്.
രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നതാണ് എന്ത് പിയർലൈറ്റ്. അപ്പോൾ പിയർലൈറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അതായത് അത് സോഫ്റ്റും അല്ല എന്നാൽ പൊട്ടത്തുമില്ല, ടഫായിരിക്കും. അപ്പോൾ ദിസ് ഈസ് മച്ച് സ്ട്രോങ്ങർ ദാൻ ഫെറൈറ്റ് ഓർ സിമൻറ്റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് അറിയാവുന്ന തന്നെയാണ് ഹൈപ്പോ യൂട്ടക്റ്റൈഡ് സ്റ്റീൽ. അറിയാലോ എന്താ ഹൈപ്പോ യൂട്ടക്റ്റൈഡ് സ്റ്റീൽ? 0.84% കാർബണിനേക്കാൾ കുറവുള്ള സ്റ്റീലാണെന്ത് ഹൈപ്പോ യൂട്ടക്റ്റൈഡ്. 0.84%-നേക്കാൾ കൂടുതലുള്ള സ്റ്റീലാണെന്ത് ഹൈപ്പർ യൂട്ടക്റ്റൈഡ്. എന്ന് വായിക്കാം. ലെസ് ദാൻ 0.84 കാർബൺ സ്റ്റീൽ ഈസ് കാൾഡ് ഹൈപ്പോ യൂട്ടക്റ്റൈഡ് സ്റ്റീൽ. ഹൈപ്പോ യൂട്ടക്റ്റൈഡ് സ്റ്റീൽ ഈസ് പിയർലൈറ്റ് ആൻഡ് ഫെറൈറ്റ്. അറിയാലോ 0.84-ന് കുറവാകുമ്പോഴത്തേക്ക് അവിടുത്തെ സ്ട്രക്ചർ വരുന്നത് പിയർലൈറ്റിൻ്റെയും ഫെറൈറ്റിൻ്റെയും കൂടെ മിക്സ് ആയിരിക്കും. നെക്സ്റ്റ് ഹൈപ്പർ യൂട്ടക്റ്റൈഡ് സ്റ്റീലാണ്. മോർ ദാൻ 0.84% കാർബൺ സ്റ്റീൽ ഈസ് കാൾഡ് ഹൈപ്പർ യൂട്ടക്റ്റൈഡ് സ്റ്റീൽ. ഹൈപ്പർ യൂട്ടക്റ്റൈഡ് സ്റ്റീൽ ഈസ് പിയർലൈറ്റ് ആൻഡ് സിമൻറ്റൈറ്റ്. അത് അറിയാവുന്നില്ല, ഇവിടെ കൊണ്ട് പറഞ്ഞാൽ നടത്തുന്ന സംഭവം. 0.84 യൂട്ടക്റ്റൈഡ്, 0.84-നെക്കാട്ടിയും കുറവുള്ളത് ഹൈപ്പോ യൂട്ടക്റ്റൈഡ്, അവിടുത്തെ സ്ട്രക്ചർ ഫെറൈറ്റ് പിയർലൈറ്റ്. 0.84 യൂട്ടക്റ്റൈഡ്, 0.84-നെക്കാട്ടിയും കൂടുതൽ കാർബൺ ഉള്ളത് ഹൈപ്പർ യൂട്ടക്റ്റൈഡ്, അവിടുത്തെ സ്ട്രക്ചർ പിയർലൈറ്റ് പ്ലസ് സിമൻറ്റൈറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് 2 കാര്യങ്ങളൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആസ്റ്റനൈറ്റ് ഈസ് നോൺ മാഗ്നറ്റിക്. അതായത് നോർമലി നമ്മളെ സ്റ്റീൽ എന്ന് പറയുന്ന സാധനം മാഗ്നറ്റിക് ആണ്. പക്ഷേ ഇത് ചൂടായി ഓസ്റ്റനൈറ്റ് സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം നോൺ മാഗ്നറ്റിക് ആയിരിക്കും. മാഗ്നറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അട്രാക്ട് ചെയ്യപ്പെടത്തില്ല, നോൺ മാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, മറ്റൊരു പോയിന്റ് ഉള്ളത്, അത് നമ്മൾ ഗ്രാഫിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. ഈ ഹോട്ട് സ്റ്റീൽ ഈസ് കൂൾഡ് റാപ്പിഡ്ലി. അതായത് ചൂടാക്കി ഓസ്റ്റനൈറ്റ് സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റീലിനെ വെള്ളത്തിൽ മുക്കിയോ അല്ലെങ്കിൽ ഓയിലിൽ മുക്കിയോ അല്ലെങ്കിൽ തണുത്ത എയറിനെ ബ്ലാസ്റ്റ് ചെയ്യിച്ചോ സഡൻ കൂൾ ചെയ്യും, അല്ലെങ്കിൽ റാപ്പിഡായിട്ട് കൂൾ ചെയ്യും. അതിനെ കൊഞ്ചിങ് എന്ന് വിളിക്കും. അങ്ങനെ റാപ്പിഡായിട്ട് കൂൾ ചെയ്യുക അല്ലെങ്കിൽ കൊഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓസ്റ്റനൈറ്റ് പറയുന്ന സ്ട്രക്ചർ വേറൊരു പുതിയ സ്ട്രക്ചറിലേക്ക് മാറും. അതിൻ്റെ പേരാണ് മാർട്ടൻസൈറ്റ്. ആ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, ദി സ്ട്രക്ചർ ഈസ് വെരി ഹാർഡ് ആൻഡ് മാഗ്നറ്റിക്. ഓക്കെ, നമ്മൾ ഹാർഡനിങ്ങിൽ നമ്മളത് പഠിക്കും. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ചൂടാക്കിയ സ്റ്റീലിനെ അല്ലെങ്കിൽ ഓസ്റ്റനൈറ്റിൽ നിൽക്കുന്ന സ്റ്റീലിനെ അല്ലെങ്കിൽ ഓസ്റ്റനൈറ്റ് സ്ട്രക്ചറിൽ നിൽക്കുന്ന സ്റ്റീലിനെ സഡൻ കൂളിങ് അഥവാ കൊഞ്ചിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുതിയ സ്ട്രക്ചർ ചേഞ്ച് ഉണ്ടാവും. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് മാർട്ടൻസൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 നോട്ടോടെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്രാഫ് നിങ്ങളത് ടെസ്റ്റിലുണ്ട്, ഒന്നുകിൽ ടെസ്റ്റ് നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് ഈ ഫിഗർ നോക്കി വരയ്ക്കുക. ഈ ഗ്രാഫ് ഇതേപോലെ തന്നെ വരയ്ക്കുക, ഇതിലെല്ലാം മാർക്ക് ചെയ്യുക. ഈ ഒരു ഗ്രാഫ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 ക്വസ്റ്റ്യൻ കിട്ടും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും എന്ത് കഴിഞ്ഞു, സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കഴിഞ്ഞു. നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളെ പറ്റി പഠിക്കാം. അതായത് അനിയലിങ്, ഹാർഡനിങ്, ടെമ്പറിങ്, നോർമലൈസിങ്, അങ്ങനെ ഈ 4 ബേസിക് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് കഴിഞ്ഞ് കേസ് അടങ്ങി നോക്കാം. ഓക്കെ.